ഗുഡ് മോർണിംഗ് ആൾ. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഓക്കെ എന്നാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ. അത്ര സമയം ഉണ്ടായിട്ടോ നേരത്തെ എഴുന്നേറ്റിട്ടോ ഒന്നുമല്ല. ഇന്ന് പൊതുവേ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ബിക്കോസ് 2 ദിവസമായിട്ട് ചെറിയൊരു മഴക്കാറ് മൂടിയിട്ടുള്ളൊരു വെതർ ആയതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. അപ്പം ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ ഇതാ ഫോണൊക്കെ ചാർജിലിട്ടിട്ട് വേഗം പോയിട്ട് റെഡി ആവാൻ പോവാണ്. പല്ല് തേക്കുന്നുണ്ട് ഞാൻ. പെട്ടെന്ന് പോയിട്ട് മേലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വരണം. ഓൾറെഡി തലേന്ന് കുളിച്ചതാണ്, അതുകൊണ്ട് ഞാൻ മേല് കഴുകിയിട്ട് മാത്രമേ ഉള്ളൂ. ഇതാ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടപ്പിയാവാൻ പോവാണ്. ആക്ച്വലി ഞാൻ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷേ ഇന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ടും പിന്നെ സമയമൊന്നുമില്ല. പക്ഷേ കുറച്ചൊക്കെ സ്കിൻ കെയർ ഒക്കെ കുറച്ചധികം സ്കിൻ കെയർ എല്ലാ ദിവസവും ചെയ്യും. പക്ഷേ കുറച്ചൊരു മേക്കപ്പ് കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോയ്സ്ചറൈസറാണ് ഞാൻ നോർമലി പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആയിരുന്നു യൂസ് ചെയ്യാറ്. അത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഡിക്കേറ്റഡ് മോയ്സ്ചറൈസറാണ്. ആൻഡ് അത് കുറച്ചൊരു ഓയിലി ആണെന്ന് തോന്നാറുണ്ട്. ആൻഡ് ഇതിപ്പോൾ അക്ലോജിക്കയുടെ സൺസ്ക്രീന് മോസ്റ്റ് ഓഫ് ദ ഡേയ്സും ലൈക്ക് പണ്ട് ബസ്സിൽ പോകുന്ന സമയത്ത് സമയമില്ലാത്ത സമയങ്ങളിൽ ഞാൻ ഇതൊന്നും ചെയ്യാതെ അങ്ങോട്ട് വേഗം പെട്ടെന്ന് ഓടി പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ വണ്ടിയിലായതുകൊണ്ട് സൺസ്ക്രീൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ വേഗം സൺസ്ക്രീനൊക്കെ ഇട്ട് നല്ല സെറ്റ് ആവുകയാണ് കേട്ടോ. പിന്നെന്താ, അങ്ങനെ സൺസ്ക്രീൻ ഇടും, മോയ്സ്ചറൈസർ ഇടും, പിന്നെ ലിപ് ബാം ഇടും. ഇതൊക്കെയാണല്ലോ ബേസിക് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും ഒക്കെ കയ്യിലും കാലിലൊക്കെ തേച്ച് അങ്ങനെ സെറ്റാവും. പിന്നെ ലിപ് ബാം ഇപ്പം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പം ലിപ് ബാം ഞാൻ എപ്പോഴും ഇടും കേട്ടോ. ഇത് സെബാമെഡിൻ്റെ ലിപ് ബാമാണ്. ഓൾമോസ്റ്റ് അത് കഴിയാനായിട്ടുണ്ട്. പുതിയത് വാങ്ങിക്കണം, കുറച്ച് ടിൻറ്റഡ് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ലിപ്സ്റ്റിക്ക് സ്കിപ്പാക്കണമെന്ന്. കാരണം ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന. ആൻഡ് ലിപ്സ്റ്റിക്ക് അത്ര നല്ലതല്ല. പക്ഷേ എന്ത് ചെയ്യാൻ, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു മൂഡി ഫീലാണ് മുഖത്ത്. പിന്നെന്താ, നമ്മൾ മറ്റേ കൺസീലറൊക്കെ ഇട്ട് കൊടുത്തു ഞാൻ കണ്ണിൻ്റെ താഴത്തിൽ. നോർമലി അതൊന്നും ചെയ്യാത്തതാണ്. ഇന്ന് വീഡിയോ എടുക്കാത്തതുകൊണ്ട് ചുമ്മാ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് കോമ്പാക്ട് പൗഡർ ഇട്ടു. പിന്നെ അത് ഐബ്രോസൊക്കെ ഒന്ന് എഴുതി കൊടുക്കണം. ഐബ്രോസ് ഞാൻ തിരിഞ്ഞു പോലും നോക്കലില്ല, അങ്ങോട്ട് ഓടലാണ് കേട്ടോ. അപ്പോൾ ഐബ്രോസൊക്കെ ഇട്ടു. ആൻഡ് കണ്ണിന്ന് വാലൊക്കെ ഇട്ടത്. ഇതാ ഒരു കണ്ണ്, അപ്പുറത്തൊരു കണ്ണ്. ആൻഡ് റെഡ് പൊട്ടിൻ്റെ ഒരു കഥ പറയട്ടെ ഞാൻ. അതായത് നമ്മൾ എല്ലാം നല്ല വൃത്തിയിൽ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഒരു ബ്ലാക്ക് പൊട്ട് ഇടുമ്പോഴത്തേക്കും ആ ഒരു ഔട്ട്ലുക്കിൻ്റെ ഭംഗി ഡിമ്മായി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ റെഡ് പൊട്ട് ഇടുമ്പോഴത്തേക്കും ഒരു കംപ്ലീറ്റ് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക്ക് ആ റെഡ് പൊട്ട് ഇടുമ്പോഴത്തേക്കും ഓക്കേ എന്നുള്ളൊരു ഫീൽ കിട്ടാറുണ്ട്. ഇത് എൻഗേജിൻ്റെ പെർഫ്യൂമാണ്. എൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് വൺ ഓഫ് മൈ ഗിഫ്റ്റ്സിലൊന്നായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റായി നല്ല സുന്ദരി കുട്ടപ്പയായിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. നമ്മുടെ ഇയറിങ്സ് തപ്പണം. നമ്മുടെ ഗോൾഡൻ, അതായത് ഡെയിലി പെട്ടെന്ന് വേണ്ടി വരുന്ന ഇയറിങ്സും റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതേപോലെ ഒരു ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു കേക്കിൻ്റെ ഡപ്പയാണ് കേട്ടോ. ഞാൻ എന്ത് കഴിച്ചാലും അത് വീട്ടിലേക്ക് ആ ഡപ്പ ക്ലീൻ എടുത്തുകൊണ്ട് വരും. അങ്ങനെ കമ്മലൊക്കെ കിട്ടി നമ്മൾ പോവാണ് സ്കൂളിലേക്ക്. ഇപ്പോൾ ഞാനിപ്പോൾ ചുരിദാറാണ് ഇടുന്നതെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് ഡ്രസ്സാണ് ഇടുന്നതെങ്കിലും സ്കൂളിലേക്ക് പോകുമ്പം അല്ലെങ്കിൽ വണ്ടിയിലായതുകൊണ്ട് തന്നെ ഞാൻ ഷൂസ് ഇടും. ബിക്കോസ് അത് മസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ കാലൊക്കെ നല്ല വൃത്തികേടാവും. ഷൂസ് ആകുമ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കും. അതിന് അത് ടേക്ക് കെയർ ചെയ്യണം കേട്ടോ. വൈകുന്നേരം നന്നായിട്ട് കഴുകിയിട്ട്, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരും ഡെയിലി യൂസ് ചെയ്യുമ്പോൾ. പിന്നെ വല്ലപ്പോഴൊക്കെ ഒന്ന് ചെരുപ്പാക്കി മാറ്റി. എൻ്റെ കിറ്റ് കണ്ടോ, ലവ് ഫുഡിന് എഴുതിയിട്ടുള്ള ഒരു ഓറഞ്ച്. അതെനിക്ക് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളിങ്ങനെ തന്നതാണ് കേട്ടോ. ആക്ച്വലി അതങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്, പക്ഷേ അത് അയാളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. ആൻഡ് ഐ ലവ് ദാറ്റ് കിറ്റ്. നമ്മൾ കുഞ്ഞ് ബാഗൊക്കെ എടുക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഫുഡൊക്കെ ഇട്ടിട്ട് പോവാം. ആൻഡ് നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അപ്പം തന്നെ ഓപ്പൺ ചെയ്തിടാം. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ബാഗായിട്ട് അങ്ങ് പോയാൽ മതി. കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാ പോവാണ് കേട്ടോ. മെയിൻ റോഡിലെത്തുന്നതിന് മുൻപ് തന്നെ ഓഫ് റോഡിൽ നിന്ന് ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എടുത്തതാണ്. തിരിച്ചിട്ട് കുറച്ച് പേടിയുണ്ട്, അപ്പോൾ വണ്ടി സ്ലോ ആക്കിയിട്ട് മെല്ലെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ അവിടെ വർക്ക് സ്പേസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്ന വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ടാണ് ചായ കുടിക്കുന്ന വീഡിയോ എടുത്തു. പിന്നെ കുറച്ച് നേരം ഉച്ചയ്ക്കത് ലഞ്ച് ബ്രേക്കാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് വന്ന് ഞാൻ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം എൻ്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അടുത്ത് പോയിരുന്നു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ചില്ലായി കഴിഞ്ഞു. വർക്ക് സ്പേസിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നമ്മൾ നല്ല തിരക്കായിരിക്കും. ആൻഡ് അവിടെ കുറച്ചൊരു പ്രൈവറ്റ് സ്പേസാണ്. അവിടുത്തെ വീഡിയോസൊന്നും അധികം എടുക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. പിന്നെ അത് പ്രൈവസി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണ്ടേ. അപ്പം ഇതാ ഞാൻ വീട്ടിൽ വന്നു വൈകുന്നേരം. ഇന്ന് കുറച്ച് നേരത്തെ എത്തിയ ദിവസമാണ്. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ഷൂസൊക്കെ അഴിച്ച് മാറ്റിയിട്ട്, കാരണം ഷൂസ് കുറേ നേരം ഇടുമ്പോഴത്തേക്ക് കുറച്ച്
ഒരു ശ്വാസം മുട്ടലാണ്. അപ്പോൾ വീട്ടിൽ വന്ന് വേഗം സ്ലിപ്പേഴ്സൊക്കെ ഇട്ടിട്ട് അമ്മേൻ്റെ കൂടെ സപ്ലൈകോയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കുറേ കാലത്തിന് ശേഷമാണ് സപ്ലൈകോയിൽ പോകുന്നത്. അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി, ചാക്ക് നിറയെ സാധനങ്ങളാണ് കേട്ടോ. ആൻഡ് നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, ഈ സപ്ലൈക്കോയുടെ ഈ മുറ്റത്താണ് ഞാൻ കളിച്ച് വളർന്നത്. ബിക്കോസ് എന്താ വെച്ചാൽ എൻ്റെ സ്കൂള് 4ാം ക്ലാസ് വരെ ഇവിടെ ആയിരുന്നു എൻ്റെ സ്കൂളിങ്ങൊക്കെ. അപ്പം അതൊരു സപ്ലൈക്കോയായി. ആൻഡ് അവിടെ നിന്ന് ഞാൻ ടൈം പാസ് TC ട്യൂബ്സ് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അതിങ്ങനെ കഴിച്ചു. അതെപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല, ഞാൻ പറയുകയാണ്. പക്ഷേ എനിക്ക് അന്നൊരു വിശന്നപ്പോൾ ഒരു മൂഡ് തോന്നിയപ്പോൾ വാങ്ങിച്ചതാണ്. ആൻഡ് ഇതുപോലെയുള്ള എന്തെങ്കിലും വെച്ചോ, അതും എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിച്ച് കഴിക്കാതെ പുഴുങ്ങി കഴിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. ഞാൻ തരേണ്ട ആവശ്യമില്ല എന്നാലും. ആൻഡ് വീട്ടിലെത്തി കുളിക്കുന്നതിന് മുൻപ് ജസ്റ്റ് ഇത് അമ്മേൻ്റെ മാക്സിയാണ് കേട്ടോ ഞാൻ ഇട്ടത്. അതിൻ്റെ ഒരു കംഫേർട്ട് വേറെ കിട്ടാത്തത് കൊണ്ട് ഒരു ഫേസ് പാക്കൊക്കെ ഇട്ട് അതിന് ശേഷം കുളിച്ച് ഫ്രഷായി വന്ന് പ്ലമ്മിൻ്റെ ഒരു സെറം കൈൻഡ് ഓഫ് ഒരു ക്രീമാണ്, ഒരു നൈറ്റ് ക്രീം പോലത്തെ. അപ്പം അതൊക്കെ തേച്ച് ഞാൻ സെറ്റായി. ആൻഡ് ഇതാ ചോറ് തിന്നുന്നു. ചോറിന് എന്തായിരുന്നു? ബീട്രൂട്ട് ഉപ്പേരിയും കർമൂസയും പരിപ്പും കറിയും ഉണക്കമുള്ളനും. മീനില്ലായിരുന്നപ്പോൾ ഉണക്കമുള്ളനാണ്. ഉണക്കമുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതാ രാത്രി നമ്മുടെ വാട്ടർമെലനും കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.